ഇന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇന്നൊരു അടിപൊളി ഒരു കാഞ്ചീപുരം സിൽക്ക് സാരി എങ്ങനെയാണ് ഉടുക്കുന്നത്, നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എങ്ങനെ ഉടുക്കാമെന്നുള്ളതാണ് എനിക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടായോ ഇഷ്ടമാവും. ഇവിടെ സാരി എവിടെയാണോ നമ്മൾ അണ്ടർസ്കേർട്ട് ഞാൻ ഇവിടെയാണ് കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് തന്നെയായിട്ട് കുത്തുക. ഹീല് ഒക്കെ ചെരുപ്പുള്ളവരാണെങ്കിൽ അത് ഇട്ടിട്ട് സാരി ഉടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമുക്ക് കുത്താം. ഓക്കെ, കുത്തിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് റൗണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സാരി 2 തവണ നമ്മുടെ മേലെ കൂടെ ചുറ്റി പോകും. 2 റൗണ്ട്, അതിൽ ഒന്നാമത്തെ റൗണ്ടാണ് കേട്ടത്. ഇങ്ങനൊന്ന് റൗണ്ട് ചെയ്യും. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി അപ്പൊ നമ്മൾ റൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അണ്ടർസ്കേർട്ടിനേക്കാളും കുറച്ചുകൂടി താഴെ വേണം നമ്മുടെ സാരിയുടെ നിൽക്കാട്ടോ. സാരി നിൽക്കാനായിട്ട്, അതായത് ഇങ്ങനെ നിൽക്കരുത് കേട്ടോ. ഇങ്ങനെ നിൽക്കാതെ ശ്രദ്ധിക്കണം. കറക്റ്റ് അണ്ടർസ്കേർട്ട് കവർ ചെയ്യണ രീതിയിൽ നമ്മൾ താഴത്തെ ലെങ്ത് നോക്കിയിട്ട് വേണം ഇവിടെ കുത്താനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുന്താണി എടുക്കാം. മുന്താണിയാണിത്, അതായത് പല്ലു. ഇനി നമുക്കിതിങ്ങനെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കാം. ഓക്കെ, ഇനി നമ്മുടെ 2ാമത്തെ റൗണ്ട് പോവാണ്. ജസ്റ്റ് ഇങ്ങനെ സാരീനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക നമ്മുടെ മേലൂടെ. എന്നിട്ട് ഇത് നമ്മുടെ ഇടത്തെ സൈഡിലായിട്ട് ഇടുക. ഈ മുന്താണി എപ്പോഴും നമ്മുടെ മുട്ടിൻ്റെ താഴെയായിട്ട് നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്ര നമുക്ക് ഇറക്കാൻ പറ്റുമോ അത്ര ഇറക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നല്ല തടിയുള്ളവർക്ക് ഇത്ര ഇറക്കിയാൽ ഞൂറ് കിട്ടില്ല. അപ്പോൾ അത്ര ഇറക്കണ്ട, ഇത്ര ഇറക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഇത്രയുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ഇത് ക്രമീകരിച്ചതിന് ശേഷം ബാക്കി വന്നതാണ് ഇത്. ഇനി ഇത് നമുക്ക് കുത്താം. ഓക്കെ, ഇടത്തെ സൈഡിലുള്ള ഭാഗം ജസ്റ്റ് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കുത്തി വയ്ക്കുന്നുണ്ട്. അത് മുകളിൽ കൂടെ കുത്തിയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഷേപ്പിൽ വന്നു. ഇവിടെയൊക്കെ നമുക്ക് റെഡി ആക്കാം കേട്ടോ, ഇപ്പം നോക്കണ്ട. അതിന് ശേഷമുള്ള ഈ ബാക്കി ഭാഗം നമുക്ക് ഞൊറിയാം. 1 by 1 ആയിട്ട് ഓരോന്നിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാ ഞൊറിനെയും ഇങ്ങനെ ഒന്ന് അടക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ എല്ലാം ഇങ്ങനെ കറക്റ്റ് പ്ലേസിൽ വന്ന് കിടന്നോളും. അതിലേക്ക് നന്നായിട്ട് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ കാണിക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ കണ്ടോ കുറച്ച് ലൂസായിട്ടല്ലേ കിടക്കുന്നത് ഈ ഭാഗം. ഇത് നമുക്ക് ഇവിടെ ഒരു ഹോള് വരും. വലത്തെ സൈഡിലുള്ള ഹോളിൽ കൂടെ നമ്മൾ കൈ ഇട്ടിട്ട് ഇതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം. നല്ല അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ച് ഇതിന് ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഇത്രയും ഭാഗം നമുക്ക് അവിടെ നിന്ന് വലിച്ച് കിട്ടി. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതിനൊന്ന് ഇവിടെ കുത്തി വയ്ക്കാം. അപ്പോഴും ബാക്കി ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്, അത് നമുക്ക് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ ഒരു പിന്ന് വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇവിടെ കൂട്ടിക്കൊടുക്കാം. കുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു, താഴത്തെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഞൊറി ശരിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എല്ലാ ഞൊറി ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തേച്ച പോലെ വിടുക. ഉണ്ടോ, അത് അടിയിലെയും ഇതുപോലെ തന്നെ എല്ലാ ഞൊറിനെയും പിടിച്ചിട്ട് ഈ നമുക്ക് കിട്ടിയ ഞൊറിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. വേറൊരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലത്തെ കൊടുക്കാം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് മുന്താണി എടുക്കുക. ജസ്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത്. ഇപ്പോൾ തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അധികം ചെറിയ ഞൊറിയിൽ എടുക്കണ്ട കേട്ടോ, കാരണം ഭയങ്കര ബൾജ് ചെയ്ത് നിൽക്കും നമ്മുടെ ശരീരഭാഗത്തിൽ. ജസ്റ്റ് ഇങ്ങനെ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിൽ. ഈ ഞൊറിയുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് അതിൽ നോക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഞൊറിഞ്ഞ് കൊടുക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുടയുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നോളും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ എടുക്കുക.
ഇത് എൻ്റെ അമ്മായിമ്മ ചെയ്യുന്നൊരു സാധനമാണ്. ഇങ്ങനെ ആക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് നന്നായിട്ട് വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു, ഈ ഭാഗം വലിച്ചിട്ട് ഇങ്ങനെ ഇടും. ഇത് കൈ കൊണ്ട് ഇങ്ങനെ ഞോറിയൊക്കെ എക്സ്ട്രാ ഏതെങ്കിലും ഞോറി നമ്മൾ എടുക്കാത്തത് വന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് ഇങ്ങനെ വെച്ചു ഇവിടെ ഇങ്ങനെ കുത്തുക കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് വന്നോളൂ കേട്ടോ. നിങ്ങൾക്കൂടെ കുത്തിയിട്ട് ഇതിൻ്റെ ഒറിജിനൽ ബ്ലൗസ് വെച്ചിട്ട് കാണാം. ചിലവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഈ സാരി ഇങ്ങനെ ഇങ്ങനെ വലിച്ച് പിടിച്ച് കൂടെ അങ്ങനെ കൊടുക്കുന്നത്. ഇത് ഭയങ്കര അലമ്പാണ് കേട്ടോ, അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മുടെ ശരീരഭാഗങ്ങൾ ബൾജ് ചെയ്ത് കാണാനായിട്ട് ഇത് ഇടവരും. അതുകൊണ്ട് സാരി എങ്ങനെയാണോ നിൽക്കേണ്ടത് അതുപോലെ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടിപൊളിയാണ്, സാരി ഉടുക്കാനായിട്ട് എളുപ്പമാണ്. ചെറിയ ഇതുപോലെ ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല തടിയുള്ളവർക്കൊക്കെ നല്ല മെലിഞ്ഞിരിക്കണ പോലെ സാരി ഉടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കഴിവതും വലിയ പ്ലീറ്റ് ഇടാണ്ട്, ചെറിയ പ്ലീറ്റ് ഇടാണ്ട് നോക്കുക, മീഡിയം പ്ലീറ്റ് ഇടുക ഇതുപോലെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ